ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് യുവതാരങ്ങൾ നടത്തിയ ഒരു ട്രാൻസ്ഫറിനെ പറ്റിയാണ്. അതൊരു മികച്ച തീരുമാനമായിട്ട് അവരുടെ കരിയർ തന്നെ മാറുമോ എന്നുള്ളതും നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് താരങ്ങളെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യത്തെ താരം സോംകുമാറാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ സൈൻ ചെയ്തിട്ടുള്ളൊരു താരമാണ്. സോ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈ ഒരു ജനുവരിയിൽ സ്ലൊവേനിയയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. എന്നാണെങ്കിലും ആ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് സ്ലൊവേനിയയിലെ ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള NK റഡോംജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ്. സോ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്ലൊവേനിയയിലെ ഒരു ടോപ്പ് ടയർ ക്ലബ്ബാണ്. അദ്ദേഹത്തിന് മുമ്പ് സ്ലൊവേനിയയിലേക്ക് കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം യൂത്ത് കരിയറൊക്കെ അവിടെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ അണ്ടർ 20 ടീമിൻ്റെ ഒക്കെ ഭാഗമായിട്ടിരുന്നൊരു താരമാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് എനിക്ക് ചില ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ യൂറോപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു ബെറ്റർ കരിയർ എന്ന നിലയിലൊക്കെ ആയി തന്നെ എന്നുള്ളൊരു ചിന്ത വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായത്. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം ISL 4 മാച്ച് കളിച്ചു, 10 ഗോൾസ് കൺസീഡ് ചെയ്തു, ഒരു ക്ലീൻ ഷീറ്റ് പോലും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ അങ്ങനെ വലിയൊരു പേരെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഒരു ടീനേജർ ആയിട്ടുള്ളൊരു താരമാണ്. കരിയറിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇപ്പം ഗുർപ്രീതിൻ്റെയൊക്കെ തന്നെ കാര്യം എടുക്കാം. അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഒരു ഏജിൽ കളിക്കുന്ന സമയത്ത് ഇതുപോലെ മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് വലിയ തരത്തിൽ. അപ്പോൾ ഫാൻസിൻ്റെ ഇതേപോലെ ഒരു ഇതും നേരിട്ടതിന് ശേഷമാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്നത്. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നത് വേറൊരു ഗ്രൂപ്പ് ഇതായിട്ടാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് നാഷണൽ ടീമിൽ എത്രത്തോളം അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പറയുന്ന പോലെ 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു 6'3" ഒക്കെ ഉണ്ട് ഹൈറ്റ്. ഇപ്പം സ്ലൊവേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂറോപ്പിലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ യൂറോയിലൊക്കെ തന്നെ കളിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഫിഫ റാങ്കിങ്ങിൽ 50 ഒക്കെ കിടക്കുന്നൊരു രാജ്യമാണ്. സോ നമ്മളെപ്പോഴും ഇപ്പോൾ യൂറോപ്പിലേക്ക് നമ്മുടെ പ്ലേയേഴ്സ് പോവുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഫാക്ടറായിട്ട് പറയാറുണ്ട്. കാരണം നമുക്ക് എപ്പോഴും EPL അല്ലെങ്കിൽ ലാലിഗ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ലീഗിലേക്ക് ISL നിന്നും എത്താൻ സാധിക്കില്ല. അതിന് ആദ്യം നമ്മൾ യൂറോപ്പിൽ കളിച്ച് അങ്ങനെ എത്താൻ പറ്റുള്ളൂ. അപ്പം സ്ലൊവേനിയ പോലുള്ളൊരു ക്ലബ്ബ് അദ്ദേഹം ചൂസ് ചെയ്തു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജിൽ തന്നെ അത് പിക്ക് ചെയ്തു എന്നുള്ളതാണ്. അവിടെ കളിച്ച് അദ്ദേഹത്തിനൊരു നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ച് പിന്നീട് യൂറോപ്പിലെ ഒരു ടോപ്പ് ലെവൽ ഒരു ലീഗിലോ അല്ലെങ്കിൽ ടോപ്പ് ക്ലബ്ബിലോ കളിക്കുന്ന അദ്ദേഹത്തിന് ഒരു സാധ്യമാകട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്കും അതൊരു മുതൽക്കൂട്ടാകട്ടെ. അതുപോലെ ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സിന് അതൊരു മോട്ടിവേഷൻ ആകട്ടെ ഇതുപോലെ യൂറോപ്പിലോട്ടൊക്കെ പോകാൻ. കാരണം ഞാൻ പറഞ്ഞില്ല, പല പ്ലേയേഴ്സും അങ്ങനത്തെ ഒരു ഡിസിഷൻസിലേക്കൊന്നും എത്തില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ഏജൻസിയൊക്കെ വരുന്നത് ഒരു സ്ലൊവേനിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയൊക്കെയാണ്. പക്ഷേ ചിലപ്പോൾ അതും ഒരു ഫാക്ടേഴ്സ് ആയേക്കാം. നമ്മളിപ്പോൾ പലപ്പോഴും പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം അവരെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ് ഒക്കെ അങ്ങനത്തെ ഒരു റോൾ ഇപ്പം ഏജൻസും വഹിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം നല്ല പെയ്ഡ് ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടറുണ്ട്. ഇപ്പോൾ സ്ലൊവേനിയയിലേക്ക് ഇപ്പം സോമ് പോകുമ്പോഴത്തേക്ക് എന്താണേലും സാലറി ഇത്രയൊന്നും കിട്ടില്ല. ഇപ്പം KBC ഉണ്ടായിരുന്ന സാലറി പോലും അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ആ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേവ് ഡിസിഷനാണ്, അല്ലെങ്കിൽ ഒരു കറേജ് വേണം അത് ആ ഒരു ഡിസിഷനിലേക്ക് പോകാൻ. അദ്ദേഹത്തിൻ്റെ കരിയർ ഇമ്പ്രൂവ് ചെയ്ത് പിന്നീട് ഇങ്ങനത്തെ പല സ്വപ്നങ്ങൾ കാണാൻ അംബീഷ്യസ് ആയിരിക്കണം. ആ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പല യങ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കണം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ളത്. അടുത്ത താരം സുമിത് റാത്തി എന്ന് പറഞ്ഞിട്ടുള്ള യങ് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള താരമാണ്, അല്ലെങ്കിൽ യങ് ഡിഫൻഡർ ആയിട്ടുള്ള താരമാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 2019-20 സീസണിൽ ATKയ്ക്കൊപ്പം ISL കളിച്ചിട്ട് ISL എമർജിംഗ് പ്ലെയർ ആയിട്ടുള്ള താരമാണ്. ആ സീസണിൽ 14ഓളം മാച്ചസ് കളിച്ചിരുന്നു. ആ സീസണിൽ എമർജിംഗ് പ്ലെയർ മാത്രമല്ല, അന്ന് ATK ട്രോഫിയും സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. പക്ഷേ അതിനുശേഷമുള്ള കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് അദ്ദേഹം കളിച്ചത് ആകെ 12 മത്സരങ്ങളാണ് ISL എന്നുള്ള മനസ്സിലാക്കണം. ഒരു എമർജിംഗ് പ്ലെയറിൻ്റെ ഒരു ഡൗൺഫോൾ. 18ാമത്തെ വയസ്സിൽ എമർജിംഗ് പ്ലെയർ ആയിട്ടുള്ള ഒരു താരം കഴിഞ്ഞ 5 വർഷങ്ങൾ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഓപ്പർച്യൂണിറ്റി ഇല്ല. പല ടോപ്പ് ഡിഫൻഡേഴ്സിനെയും പിന്നീട് അവരൊക്കെ സൈൻ ചെയ്തു. അദ്ദേഹത്തിന് ആ ഒരു പലപ്പോഴും റിസർവ് ടീമിലൊക്കെ കളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അതല്ല അദ്ദേഹം ഡിസേർവ് ചെയ്തിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അദ്ദേഹത്തിന് പറ്റിയൊരു ക്ലബ്ബായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കോച്ച്, അവിടുത്തെ യങ് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുന്ന ഒരു സിസ്റ്റം, പിന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടാണ് പരിഗണിക്കുക. അഷീർ അക്തറാണ് അവിടുത്തെ ഒരു സെൻറ്റർ ബാക്ക് എന്ന ലെവലിലുള്ള. അദ്ദേഹം കുറച്ച് ഏജ്ഡ് ആയിട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം അവിടെ ഒരു കോമ്പറ്റീഷൻ എന്താണെങ്കിലും കൊടുക്കാൻ പറ്റും ഈ സീസണിൽ അല്ലെങ്കിൽ അടുത്തൊരു സീസണിലേക്കൊക്കെ വരുമ്പോൾ. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സെൻറ്റർ ബാക്ക് എന്നതിലുപരി ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ ഒരു കേപ്പബിലിറ്റി ഉള്ള താരമാണ്. ഒരു ടാലൻ്റ് ആയിട്ടുള്ളൊരു താരം തന്നെയാണ്. ഓപ്പർച്യൂണിറ്റീസ് ആണ് പല പ്ലേയേഴ്സിനെയും ചെത്തിമിനിക്ക് ഒരു ഹയർ ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വഴിയാകട്ടെ അദ്ദേഹത്തിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും സനിയോ.